എല്ലാരും അലപ്പെട്ടാ ഞാൻ ഇത് എടിയാ പോകുന്നത്. എല്ലാരാണോ ഞാൻ ഈ സംസ്കൃതി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്സിന്റെ പരിപാടിക്ക് വന്നയാണോ? അയാളുടെ ശബ്ദമാണ് എന്റെ ശബ്ദം എന്ന് പറയുന്ന ശബ്ദം ഞാൻ മാറ്റി കേളപ്പേട്ടനും ഞാനും എഴുതിയും ഇതും എന്റെ ശബ്ദമല്ല കേട്ടോ, ഇത് നിതിലാലയുടെ ശബ്ദമാണ്. പിന്നെ കഴിഞ്ഞ തവണ വന്നതിൽ ഞാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഓക്കെ ഒരുപാട് സന്തോഷം കണ്ടു എന്ന് പറഞ്ഞു, ഒരുപാട് സന്തോഷം. പിന്നെ കണ്ണൂർ ഭാഷയിലാണ് ഏറെക്കുറെ ഞാൻ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊക്കെ അറിയുന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അറിയാലോ അല്ലേ? നമ്മുടെ കണ്ണൂർക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? മലയാള നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത ഒരുപാട് വാക്കുകൾ നമ്മൾ കണ്ണൂർക്കാർക്ക് സ്വന്തമായിട്ടുണ്ട്. ഏതൊക്കെയാണ്? കീനോ പാനോ കേറി ഊരി വീഴോ അയ്യോട്ടപ്പാ ഉയ്യട്ടപ്പാ എന്തല്ലപ്പാ. നമ്മളെ പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കണ്ണൂരിലെ കൃഷ്ണൻ എന്ന് പേരുണ്ട് അല്ലേ? കൃഷ്ണേട്ടൻ ഉണ്ട്, ഇന്ന് കണ്ണൂരിലുണ്ട്. പക്ഷെ പണ്ട് കൃഷ്ണൻ എന്നുള്ള പേരിൽ ഉണ്ടായിരുന്ന ആളെ ഒരിക്കലും ഒരു കണ്ണൂർക്കാരൻ കൃഷ്ണേട്ട എന്ന് വിളിക്കില്ല. എന്താ വിളിക്കുക? കിട്ടൻ. ഓക്കെ, കിട്ടാട്ടെ. ഓക്കെ, കിട്ടാട്ടനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമ്മൾ കണ്ണൂർക്കാർ. എങ്ങനെയാണ്? വലിയട്ടാട്ടനും കുഞ്ഞിട്ടാട്ടനും, വലിയട്ടാട്ടനും കുഞ്ഞിട്ടാട്ടനും. അതുപോലെ തന്നെ എന്റെ കുടുംബത്തിൽ ഒരു അമ്മയുണ്ട്. അമ്മയുടെ പേര് ശാരദ എന്നായിരുന്നു. നിങ്ങൾ കണ്ട പ്രോഗ്രാം തന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇന്ന് തൊണ്ടയിൽ മിമിക്രി എന്ന് പറഞ്ഞ സാധനം വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ശാരദ. അപ്പൊ ശാരദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ പണ്ട് 70-80 കാലഘട്ടങ്ങളിൽ ശാലീന സൗന്ദര്യം തുളുമ്പി നിന്ന ഒരു നായികയായിരുന്നു ശാരദ. നമ്മുടെ കണ്ണൂരില് ഈ ശാരദ എത്തിക്കഴിഞ്ഞാൽ ശാരദയെന്ന് നമ്മൾ കണ്ണൂർക്കാരെ അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയിൽ അല്ലേ? ഇതൊക്കെ നമ്മുടെ കണ്ണൂരിന്റെ മാത്രം ഒരു ശൈലിയാണ്. മിമിക്രി ചെയ്യണോ? നിങ്ങളൊന്ന് കൂക്കിയേ. ഇതൊക്കെ എന്റെ മിമിക്രി താങ്ങുന്ന കൂക്കലാണ്. അപ്പൊ എന്തെങ്കിലും മിമിക്രി ചെയ്യാൻ ശ്രമിക്കാം. ഇതിന് മുകളിൽ കയറി കൂക്കാൻ പാടില്ലേ പ്ലീസ്? ഈ ഒരു സ്കെയിൽ വെക്കണേ നിങ്ങളെ കൂക്കി. ഓക്കെ, അപ്പോ സത്യം പറയണം, തൊണ്ട ഓക്കെ ഇല്ലാത്തത് നല്ല ടെൻഷൻ ഉണ്ട്. തെറ്റു പറ്റിയാലും ക്ഷമിക്കണേ. നമ്മുടെ സുനിൽ സുബിതേനെ അറിയാം. ന്യൂ ജനറേഷൻ സിനിമകളിലൂടെ മലയാള സിനിമകളിലേക്ക് വന്ന ഒരു കലാകാരനാണ്. സുധി വാഗ്മീകം എന്ന സിനിമയിൽ ജയസൂര്യയെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറായിട്ടൊക്കെ വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പോ ഞാൻ ശ്രമിക്കാം. സുനിൽ സുന്ദർ. മോനെ ജോയി, നീ ഇവിടെ വന്നത് കാശിനാണ്. എന്റെ കയ്യിലുള്ളത് കാശാണ്. നീ കാശ് വേണേനെ എന്നോട് ചോദിച്ചപ്പോഴാ കേട്ടിട്ടില്ല? ഇതേ ശബ്ദത്തിൽ വേറൊരാൾ ആരാണെന്നറിയോ? ഇതേ ശബ്ദത്തിൽ മറ്റൊരാൾ ആരാണെന്നറിയോ? വിനായകനെ അറിയില്ലേ? അദ്ദേഹത്തിനും സെയിം എന്താ പറയാ ശബ്ദമാണ്. ഇനി എന്റെ ലിസ്റ്റ് ഒന്നും ഇല്ല, തൊണ്ട ഓക്കെ ഇല്ലാത്തത് നല്ല ടെൻഷൻ എടുത്താൽ ചെയ്യട്ടെ. കഷ്ടായോ? അതിന് കയ്യടിയില്ലേ? ഒരു ചെറിയൊരു കയ്യടി താഴോ, കഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പോ വിനീഷേട്ടനോടെ പ്രിയമുള്ളവരെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ജിജുവിന്റെ സംരംഭമായ സംസ്കൃതിയുടെ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. വെക്കേഷൻ ക്ലാസ്സുകൾ കൂടി ഈ ഒരു സംസ്കൃതിയിൽ സ്കൂൾ ഓഫ് ഡാൻസ് മ്യൂസിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കളെ നാളെ തന്നെ ഈ ഒരു സംസ്കൃതി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൽ ഉൾപ്പെടുത്തുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ജീവിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗം നമ്മളെ സഹായിക്കുന്നുണ്ട് എങ്കിലും അതിലേറെ ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഡിജിറ്റൽ യുഗം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നത് മറ്റൊരു സത്യം കൂടിയാണ്. എന്ത് തന്നെയാലും ഇത്രയും നേരം എന്നെ സഹിച്ചതിന്, ക്ഷമിച്ചതിന് ഒരുപാട് സന്തോഷം. ചെറിയൊരു കൈ എടുത്തരോ? ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.